പ്ലീറ്റ് എടുത്തിട്ടും തീർന്നില്ല. പിന്നെ എനിക്ക് മനസ്സിലായി ബ്ലൗസ് പീസ് ഉണ്ട്, ഞാൻ മുറിച്ചെടുത്തിട്ടില്ല. അത് ഓക്കെ, സാരമില്ല. Everyone, we're going to have a rocking show. It's going to be a complete entertainer. ഇതാരാണ് ലെഹങ്കയൊക്കെ എന്തായിരുന്നു വിട്ട് ഒറ്റ വീട്ടില് തീർന്നിട്ടല്ലോ. You know Labubu? It's like the new Labubu. Happy Vishu! എന്ത് ശോകം. ഹായ് ഗൈസ് ആൻഡ് വെൽക്കം വൺസ് അഗൈൻ ടു സിഡ്നി മലയാളി. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഞാനും സുള്ളും കുട്ടികളൊക്കെ ഇവിടെ സുഖം. ഞാനും സാനും കൂടി ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഈ ആഴ്ച കുറേ കാര്യങ്ങളും വിശേഷങ്ങളുണ്ട്, നിങ്ങളൊക്കെ ആയിട്ടൊക്കെ ഷെയർ ചെയ്യാൻ തോന്നുന്ന വിശേഷങ്ങൾ. അപ്പോൾ അതൊക്കെ കവർ ചെയ്യണമെന്നുണ്ട്. ഏതായാലും ഇന്നിപ്പോൾ ലാസ്റ്റ് ഡേ ഓഫ് ദി സ്കൂൾ ഹോളിഡേയ്സ് ആണ്. ഇന്നാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. അങ്ങനെ ഒരു ബ്രേക്ക് എടുത്തിട്ട് ജോലിയിൽ നിന്ന് ഞാൻ ഇറങ്ങിയിരിക്കുകയാണ്. മാഡം പ്രസിഡൻറ്റിനകത്തുണ്ട്. ഹലോ മാഡം, ഫ്രണ്ട്സിനെ മെസ്സേജ് ചെയ്യുക. എന്ത് സാധനം ഇതിന് ലാസ്റ്റ് ഡേ ഓഫ് ദി സ്കൂൾ ഹോളിഡേ ആണ്, അമ്മ കൂടെ കറങ്ങണം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ ഞാനും സാനുമണിയും. വിശേഷങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം. വൺസ് അഗൈൻ വെൽക്കം ടു ഒരു സിഡ്നി മലയാളി. Please keep watching. സാനുവിന് ട്വിന്നിങ് ചെയ്യാൻ വലിയ ഇഷ്ടം ഉടുപ്പിൻ്റെ കാര്യത്തിൽ. യൂഷ്വലി അവൾ ചെയ്യുക അവളുടെ ഫ്രണ്ട് അനുഷ്കയുടെ കൂടെ കേട്ടോ, എൻ്റെ ഫ്രണ്ട് മീരയുടെ മോളെ. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും അവൾക്ക് എന്തെങ്കിലും ഡ്രസ്സ് എടുക്കുക വെച്ചാലും ഐ ട്രൈ ഗെറ്റിംഗ് ദ സെയിം തിങ് ഫോർ ഹർ സോ ദേ ക്യാൻ ട്വിൻ. ഭയങ്കര ഇഷ്ടമാണ് ട്വിൻ ചെയ്യാൻ. ഇന്നിപ്പോൾ എൻ്റെ കൂടെ ഫുൾ തള്ള വൈബിൻ്റെ കൂടെയാണ് അവൾക്ക് ട്വിൻ ചെയ്യേണ്ടത്. സോ നമ്മുടെ ബ്ലാക്ക് ആൻഡ് ഗ്രേ ജീൻസ് ഇട്ടിട്ടാണ് കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത്. വിവ് കം ടു കാസിൽ ടവേഴ്സ്, ജസ്റ്റ് കപ്പിൾ ഓഫ് ഷോപ്പിംഗ്, ഒരു നല്ല ലഞ്ച്, some dessert. എനിക്ക് ആക്ച്വലി സാനുവിൻ്റെ കൂടെ അങ്ങനെ കറങ്ങാൻ വലിയ ഇഷ്ടമാണ്. ഷീസ് ലൈക്ക് നമുക്കൊരു ഫ്രണ്ടിൻ്റെ കൂടെ കറങ്ങാൻ പോകുന്ന ഒരു വൈബ് തന്നെയാണ് സാനുവിൻ്റെ കൂടെ. ഷീ ഈസ് നോട്ട് വെരി ഫസി, ഷീ നോസ് വാട്ട് ഷീ വാണ്ട്സ് ആൻഡ് കാശ് കുറേ പൊട്ടിപ്പിക്കും, എന്നാലും സാരമില്ല, അവളുടെ കൂടെ എനിക്ക് കറങ്ങാൻ വലിയ ഇഷ്ടമാണ്. സോ മം ഡോട്ടർ ഡേ ആയിട്ടൊക്കെ നമ്മളിങ്ങനെ എപ്പോഴും ചെയ്യാറൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് വലിയ ഇഷ്ടമാണ് സാനുവിൻ്റെ കൂടെ. അപ്പോൾ അത് ഇങ്ങനത്തെ ഒരു സമയത്താണ് നടക്കൂ. സുനിൽ ഓഫീസിലാണ്, സാഷൂസ് അറ്റ് ഡേ കെയർ ആൻഡ് നമ്മൾ രണ്ടുപേരും ഇങ്ങനെ കറങ്ങാൻ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നൊരു നല്ല ഡേ ആവട്ടെ. കുറേ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാനുണ്ട് നമുക്ക്. ആൻഡ് വേറെ ബിഗ് കുറേ ന്യൂസുകളും വരുന്നുണ്ട്, കാണിച്ചു തരാം. കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ. തുണിപ്പണിനെക്കാട്ടും മേക്കപ്പ് സാധനങ്ങളൊക്കെയാണ് എടുത്തേക്കണേ. പിന്നെ അതാ ഇങ്ങനത്തെ ആവശ്യമില്ലാത്തത്. ഇപ്പോൾ ഈ പിള്ളേരുടെ ക്രേസ് അത്ര. ഞാൻ ആ സ്റ്റോറിൽ നിൽക്കണ പയ്യനോട് ചോദിച്ചേ ഇതിന് വിളിക്കുന്ന വട്ടോന്ന്. അപ്പോൾ അവൻ പറയാ ഇതൊക്കെയാണ് എല്ലാ പിള്ളേർക്കും വേണ്ട, ഭയങ്കര പോപ്പുലർ. I don't know, like a lot of people have like it. Like if you know Labubu, it's like the new Labubu. ലബൂബു തന്നെ എനിക്ക് മനസ്സിലാവണില്ല എന്താന്ന്. അതിൻ്റെ ഇടയിലാണിത്. I never liked it. താങ്ക് ഗോഡ് ദാറ്റ് ലബൂബു ഈസ് സോ എക്സ്പെൻസീവ് ആൻഡ് വെറും വേസ്റ്റാണ് ആ സാധനം കേട്ടോ. എനിവേസ് ഇങ്ങനത്തെ കുറച്ച് സാധനം വാങ്ങി. എനിക്ക് കുറച്ച് മേക്കപ്പ് ഐറ്റംസ് ഒക്കെ വാങ്ങാണ്ടായിരുന്നു, ലിപ്സ്റ്റിക്, കോസ്മെറ്റിക്സ്. അപ്പോൾ അതൊക്കെ ഒന്ന് കയറി വാങ്ങി. വിശക്കുണ്ട്. വേറെ നാൻഡോസ് കഴിക്കണം എന്നാണ് അവൾ പറഞ്ഞത്. സോ ദിസ് കസലിൽ നാൻഡോസ് ഇസ് റിയലി ക്യൂട്ട്. ഞാൻ കാണിച്ചു തരാം. നമ്മളിതിന് മുന്നേ ഇവിടെ വന്നിട്ട് ഞാൻ കാണിച്ചു തന്നിട്ടൊക്കെ ഉണ്ട് വീഡിയോ. ഓക്കെ, വാട്ട് യു ഈറ്റിംഗ്? നമ്മൾക്കിത് കഴിഞ്ഞിട്ട് കഴിക്കാനുള്ള ഡെസേർട്ടാണ് മെയിൻ. ആ ഡെസേർട്ട് കഴിക്കുന്നതിന് മുന്നേ ഒരു ബൈറ്റിനാണ് ഇവിടെ വന്നത്. ഇവിടെ ഫുഡ് എത്തി. വിശപ്പ് കുറവാണ്, കുറച്ച് ഫുഡൊക്കെ കഴിക്കണമല്ലോ. പക്ഷെ ഇത് കഴിഞ്ഞ് ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളത്? നമുക്ക് യോച്ചിക്കൂച്ചിയൊക്കെ കഴിക്കാണ്ട് അത് കഴിഞ്ഞിട്ട് വേണം നമുക്കിനി വീട്ടിൽ പോകാൻ. സ്കൂൾ ഹോളിഡേ ആയതുകൊണ്ടാണല്ലോ നല്ല തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇറ്റ്സ് നോട്ട് ലൈക്ക് എംപ്റ്റിയാണ്, വർക്കിംഗ് ഡേ ആയതുകൊണ്ട് എന്നൊക്കെ. ഈ തണുപ്പത്ത് ഇവൾക്ക് ഫ്രോസൺ യോഗട്ട് കഴിക്കണം. ഇപ്പോൾ ഈ പിള്ളേരുടെ അടുത്ത പ്രാന്താണ് ഈ യോച്ചി. അമ്മയ്ക്ക് പറ്റില്ല കേട്ടോ ഉണ്ണി. എനിക്ക് ഐ എം ലൈക്ക് സ്കേർഡ്. എൻ്റെ തൊണ്ട എപ്പോൾ പൂമിച്ചിട്ടാണ് ഞാൻ നിൽക്കണേ. സോ ഐ ഡോണ്ട് വോണ്ട് ദാറ്റ്. പക്ഷേ ഇവളുടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നിറച്ചത് ഇവളെ പോലത്തെ പിള്ളേർ തന്നെയാണ്. ഇതാണ് കേട്ടോ യോച്ചി, ഫ്രോസൺ യോഗട്ടാണ്. സൈഡ്. സോ ബേസിക്കലി ആദ്യം ഇങ്ങനത്തെ ഒരു കപ്പെടുത്ത് അതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ഫ്രോസൺ യോഗട്ട് ഇടാം. ഇപ്പോൾ മാംഗോ ആണ് ഇവിടെ ഇട്ടേക്കണേ. കഴിഞ്ഞ പ്രാവശ്യം ബട്ടർ സ്കോച്ച് ഇട്ടിട്ട് ഭയങ്കര മധുരമായി എന്ന് പറഞ്ഞിരുന്നു. എന്നിട്ട് പിന്നെ നമുക്ക് എന്താണ് ടോപ്പിങ്സ് വേണ്ട വെച്ചാൽ പിന്നെ യോഗബറി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ഉണ്ട്. ഇഷ്ടമാതിരി ടോപ്പിങ്സ് കണ്ടോ. എന്താ വേണ്ട വെച്ചാൽ ഇട്ടിട്ട്
മധുരത്തിൻ്റെ ലെവൽ അനുസരിച്ചിട്ടിട്ട് ചോക്ലേറ്റും ഉണ്ട്. നമുക്ക് വെയിറ്റിനനുസരിച്ചിട്ടാണ് പേ ചെയ്യുക അവിടെ. ഭയങ്കര ഡയറ്റാന്നാ കേട്ടെ. വാരിക്കോരി ചോക്ലേറ്റ് സോസ്, പിസ്റ്റാഷ്യോ, ഞങ്ങളുടെ ദുബായ് ചോക്ലേറ്റിൻ്റെ സാധനം. ഏത് ഫ്ലേവറാണ് ഏറ്റവും ഇഷ്ടം നിനക്ക്? പിസ്റ്റാഷ്യോ. You member with us? No. Okay, $10.92. അങ്ങനെ മണി നൈസ്. നല്ല രസമുണ്ട് ഇവിടെ ഇരിക്കാൻ. അങ്ങനെ അധികം വെയിലില്ല, അത് തണുപ്പുണ്ട്. സോ വെയർ ഓൾ റബ്ഡ് അപ്പ് ആൻഡ് ഇറ്റ്സ് ക്വൈറ്റ് നൈസ്. ഇവിടെ ഇങ്ങനെ ഇരുന്ന് എൻ്റെ കാപ്പി. വീട്ടിലെത്തി ഗൈസ്. കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വീട്ടിലെത്തി കേട്ടോ. ഇവളുടെ സാധനങ്ങളാണ് കൂടുതൽ. പിന്നെ സാഷുവിന് കുറച്ച് ടോയ്സ് ഒക്കെ വാങ്ങി. നമ്മളതിന് ടോയ്സ് വാങ്ങുന്നത് കുറവാണ്. ബിക്കോസ് വി കീപ് തിങ്കിങ് കൊണ്ട് കളയുള്ളൂ. കളയല്ല, വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. 2 സെക്കൻഡ് ഇൻട്രസ്റ്റ് ഉണ്ടാവും, കഴിഞ്ഞു. അങ്ങനെ ഇവിടെ ഇങ്ങനെ ഡംപ് ചെയ്ത് കിടക്കുക കേട്ടോ. പക്ഷെ സംതിങ് ഇവളിങ്ങനത്തൊക്കെയാണ്. ഇതൊക്കെയാണ് ഇവിടെ വാങ്ങിയ കുട്ടിയെ. ഇങ്ങനത്തൊക്കെയാണ് കേട്ടോ അതിന് വേണ്ടത്. ഫോണ്, ക്യാമറ. ഇതുപോലത്തെ ഒരു ഡൈനോസോറിൻ്റെയും സാഷുവിന് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു കിച്ചൺ സെറ്റ് വാങ്ങിയിട്ടുണ്ട് അവൾക്ക്. ഹോപ്പ്ഫുള്ളി ഷീ ലൈക്ക് ഇറ്റ്. ഞാൻ 2 ലിപ്സ്റ്റിക് വാങ്ങിയാണ്. ഐ വാണ്ടഡ് ടു ഷൂട്ട്. അതേ ബോത്ത് റെവ്ലോൺ ലിപ്സ്റ്റിക്സ്. സോ ദിസ് വൺ ഈസ് കോൾഡ്, കണ്ടോ നമുക്കത് ഷെയ്ഡ്, റിയലി നൈസ് ന്യൂഡ് ബ്രൗൺ ഷെയ്ഡ്, റെവ്ലോണിൻ്റെ. And it's called Shameless. It's like actually ഇതിൻ്റെ പേര് ഷേംലെസ് എന്നാണ് ഗൈസ്. 014 Shameless. Yeah, Shameless എന്നാണ് ഇതിൻ്റെ പേര്. The other one is also, it's a totally different color. This one is called 023 Matte ആണ്. ഇതിൻ്റെ പേര് എന്തുട്ടാ? Cherries in the Snow. Okay, Cherries in the Snow. Yeah, see? What are the names? This is Cherries in the Snow. Very beautiful pink shade. So I'm looking forward to wearing both of it. തൽക്കാലം ഞാൻ കുറച്ച് പണിയെടുക്കട്ടെ. എന്നിട്ട് വേണം എനിക്ക് ചെറുതിനെ പോയിട്ട് പിക്ക് ചെയ്ത് കൊണ്ടുവരാൻ. പറഞ്ഞ മാതിരി ആഴ്ച കുറേ പരിപാടികളുണ്ട് കേട്ടോ. സോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് കീപ് വാച്ചിങ്. ഹലോ ഗൈസ്, നമ്മൾ ഈ ആഴ്ച നടക്കാൻ പോണ ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് പരിപാടിയാണ്. നമ്മുടെ സ്വന്തം നാദിർഷ, രഞ്ജിനി ജോസ്, സമദ്, കുറേ വലിയ കലാകാരന്മാരൊക്കെ സിഡ്നിയിലെത്തിയിട്ടുണ്ട് നാദിർ ഷോന് വേണ്ടിയിട്ട്. ഇറ്റ്സ് എ സ്റ്റേജ് ഷോ. ലോട്ട്സ് ഓഫ് പീപ്പിൾ ഹാവ് കം. അപ്പോൾ അതിൻ്റെ പരിപാടിയൊക്കെ ഭംഗിയായിട്ട് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ച് ദിവസമായി നടക്കണം. അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, നാദിർഷ, രഞ്ജിനി ജോസ് ടീമിനെയൊക്കെ ഒരു ക്വിക്ക് ചാറ്റ്, ഞാനല്ല നമ്മുടെ സ്വന്തം സാനുമണിയാണ് കേട്ടോ അവരെയൊക്കെ ഒന്ന് ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യാൻ പോണത്. ആൻഡ് ക്വിക്ക് ചാറ്റ് സെഷൻ വിത്ത് ദ സ്റ്റാർസ്. അപ്പോൾ രാത്രി കെലിവില്ലാണ് സംഭവം ചെയ്യാൻ പോണത്. അപ്പോൾ അങ്ങോട്ടേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ പോണതിൻ്റെ ഇടയിൽ ഇവൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ട്. സോ വി ഹാവ് സ്റ്റോപ്ഡ് അറ്റ് റൗസിൽ ഷോപ്പിംഗ് സെൻറ്റർ, നമ്മുടെ പഴയ റൗസിൽ ഞാൻ കുറേ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങോട്ടേക്കാണ് പോണേ. ആൻഡ് അത് കഴിഞ്ഞിട്ട് അവിടെ എത്തി അവരുടെ വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. എൻ്റെ അമ്മേ, ധൃതിയിൽ പറഞ്ഞിട്ടേ വ്യക്തമായിട്ടായിട്ട് പറയാൻ പറ്റിയില്ല. സോ ബേസിക്കലി എന്താ വെച്ചാൽ, നാദിർഷ, രഞ്ജിനി ജോസ്, ഇതൊക്കെയുള്ള വലിയൊരു ടീം വരുന്നുണ്ട്. വിവിഡ് എൻ്റർടൈൻമെൻറ്റ്സ് ആണ് കേട്ടോ അവരെ കൊണ്ടുവരുന്നതൊക്കെ. കുറേ സ്ഥലങ്ങളിൽ അവർ പ്രോഗ്രാം നടത്തുന്നുണ്ട്. പക്ഷേ സിഡ്നിയിലുണ്ട് ഒരു ഷോ, നോ വെസ്റ്റിൽ വെച്ചിട്ടൊരു ഷോ ഒക്കെ ഉണ്ട്. സോ എവറിബഡി ഈസ് എക്സൈറ്റഡ്. മലയാളികൾക്ക് പലർക്കും ഭയങ്കര പ്രിയപ്പെട്ട കുറേ താരങ്ങളാണല്ലോ. അപ്പോൾ എല്ലാവരും വരുന്നുണ്ട്. വി ആർ ഓൾസോ വെരി എക്സൈറ്റഡ് ടു ഗോ സീ ദം. അവർ താമസിക്കുന്നിടത്ത് നമ്മളൊന്ന് പോയി ഒന്ന് ചിറ്റ് ചാറ്റ് ഒക്കെ ചെയ്ത്. സാനുവാണ്, ഞാൻ വെറും സപ്പോർട്ടിങ് റോളിൽ പോവാണ് അവൾക്ക് വേണ്ടി. ആൻഡ് ദാറ്റ് മേക്സ് മീ വെരി ഹാപ്പി. നമ്മുടെ കുട്ടികൾ ഇങ്ങനെ കലാപരമായ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വലിയ സന്തോഷമല്ലേ. നാൾ വിഷുവിൻ്റെ പരിപാടിയൊക്കെ MC ആയിട്ട് സാനു ഉണ്ടായിരുന്നു. So it's really nice that she's getting the opportunities like these. So really happy about that and we're very excited to meet the stars. വേഗം എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്നാണ് വിചാരിക്കണേ. ബിക്കോസ് അത് കഴിയുമ്പോഴത്തേക്ക് ലേറ്റ് ആവും. ഇറ്റ്സ് എ മിഡിൽ ഓഫ് ദ വീക്ക് ആസ് വെൽ. സാറിന് നാളെ സ്കൂളുണ്ട്, ഏർലി മോർണിംഗ് ഡാൻസ് ഉണ്ട്, ഒക്കെ ഉണ്ട് അവൾക്ക്. അപ്പോൾ അതിൻ്റെ ഓട്ടത്തിലാണ്. സോ വി വോണ്ട് ക്വിക്ക്ലി ഈറ്റ്. സാനു ഞാനും ആണ് ഇറങ്ങിയിരിക്കണേ. സുനിൽ സാഷുവിനോട് വീട്ടിലുണ്ട്. അവളെ ഭക്ഷണം കൊടുത്തി ഉറക്കി ഇത്ര. സോ വി ആർ ഗോയിങ് ടു സമാധാനമായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് പോയി നമുക്ക് നമ്മുടെ ഫുൾ ടീമിനൊക്കെ കാണാം.
നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. പോയതുള്ളൂ. ചേട്ടാ ഷോന് പറ്റിട്ട് എന്തെങ്കിലും രണ്ടു പേർക്ക് അറിയോ? സിഡ്നിക്കാർക്ക് വേണ്ടി ഷോ എല്ലാം സെറ്റാണ്, ഒന്നും പറയാനില്ല. റിഹേഴ്സൽ എല്ലാം അവരെ പാട്ടുകളെല്ലാം സെറ്റാക്കി, ഡാൻസേഴ്സ് കുറേ പേര് എല്ലാം അടിപൊളിയാണ്. ജഗ്ലിങ് ചെയ്യാൻ ഒരു സ്പെഷ്യൽ പാർട്ടിയുണ്ട് കുട്ടികൾക്ക് വേണ്ടി. എല്ലാം ഒരു ഷോയില് ഒരു കോംപ്രമൈസും ഇല്ല, അടിപൊളിയാണ്. അടിപൊളി. ഇപ്പൊ ആള് തികഞ്ഞില്ലെങ്കിൽ നമ്മൾ തന്നെ കയറി ഡാൻസ് ചെയ്യും സിഡ്നിക്കാര്. സിഡ്നിയിൽ പിന്നെ കുറേ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ അവരെല്ലാവരും ഇരുന്നിട്ട് നാദർഷയുടെ കൂടെ ഇരുന്നിട്ട് പ്രോഗ്രാം പ്ലാനും ചാർട്ടറും കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യും. But everyone was like super friendly too, and everyone were amazed that Australian Malayalam so welcoming and warm aananu, and that really makes me happy because we are all very nice and welcoming and warm, and we all support all this work that they do. ഒരു പ്രത്യേക ഒരു വൈബ് തന്നെയാണല്ലോ എല്ലാവരും എത്തുമ്പോൾ. ആൻഡ് സാനു വാസ് ഓൾ സെറ്റ് എല്ലാവരോടും സംസാരിക്കാൻ, കൂടുതൽ എന്നോടും സംസാരിക്കാൻ പറഞ്ഞിരുന്നു. സോ ഐ ഓൾസോ ഹാഡ് ടു ഡു എ ക്വിക്ക് തിങ്. നിങ്ങളിപ്പോൾ വീഡിയോസൊക്കെ അങ്ങനെ കുറേ റീൽസായിട്ടും പലതുമായിട്ടും ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ കുറേ പേര് കണ്ടിട്ടുണ്ടാവും. ബട്ട് ഇറ്റ് വാസ് എ നൈസ് ടൈം ദാറ്റ് വി സ്പെൻറ്റ് there. Ranjanika was so lovely, you know, she was so nice. Sanu nodum made sure that Sanu was like not feeling intimidated. Hello, good evening Sydney, this is Shruti and this is Sanvi. Yes, we're here on behalf of Metro Malayalam. കിഡിലൻ ഒരു ഷോ വരുന്നുണ്ട് സിഡ്നിയിൽ. നമുക്ക് എല്ലാവർക്കും അറിയാം, നാദിർഷ ആൻഡ് ടീം ആർ ഹിയർ ഇൻ സിഡ്നി. we're all very excited. The entire team for the show is present here. നമ്മളെല്ലാവരും ഭയങ്കര ത്രില്ലിലാണ്. നമ്മൾ ചുറ്റും നോക്കിയാൽ കാണാം കിടിലൻ കുറെ സ്റ്റാർസ് നമ്മുടെ നാട്ടിൽ നിന്ന് എത്തിയിരിക്കുന്നു സിഡ്നിയിലോട്ട്. This is an event by Vivid Entertainment, Nadersha's show in Sydney, an amazing event. We've got Ranjini Jose, നമ്മുടെ നാദിർഷക, മോക്ഷ, സമദ്, ശ്യാംലാൽ, വിജേഷ്, സമ്പത്ത്, ഗൗതം, ലിനുലാൽ and Nijit. Welcome to Australia, all of you. Thank you. So Uncle, how is it working with such a wonderful team? Yeah, it's a very good experience, you know. In Australia? മോളെ ഞാൻ ബാക്കി ഞാൻ പറഞ്ഞോളാം. അതെ, ഷോയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് ഞങ്ങളെല്ലാവരും. നമ്മുടെ സാനുമണിയും ഈ ഒരു ഫീൽഡിലോട്ട് ഇറങ്ങുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. ഞാനും ഇങ്ങനെ കുറേ പരിപാടി ചെയ്യുന്നതല്ലേ. സോ ഷീ ഈസ് ഓൾസോ ഗെറ്റിംഗ് എക്സ്പോഷർ. കുറേ സ്റ്റാർസിനെ കണ്ട് അങ്ങനെ ഇൻറ്റിമിഡേഷൻ ഫീൽ ചെയ്യാണ്ട് ടു കോൺഫിഡൻ്റ്ലി ആസ്ക്, അതിനൊക്കെ വേണ്ടിയിട്ട് അവളും ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. സോ ഇറ്റ്സ് റിയലി നൈസ് ടു സീ ഓൾ. അതുപോലെ തന്നെ മോക്ഷ നമ്മുടെ മലയാളികളെ ഒക്കെ വന്ന് മനം കവർന്ന് ഭഗവതിയായിട്ട് വന്ന് നമ്മുടെ എന്താ പറയുന്നത് കളനം ഭഗവതി എന്ന പടത്തിലാണ് ഓസ്ട്രേലിയയിൽ. We are so excited for this is my first time too in Australia with this team, with Narshika being in the lead and all of these people, be it Gautam, be it Linchet and be it Nijit, and all the singers who are there with us, be it Samadika, be it Sham, everyone. We're going to have a rocking show. It's going to be a complete entertainer. You are super anchor. Okay, super. നല്ല നൈസ് ബ്രൈറ്റ് വീക്കെൻഡ് കേട്ടോ. നല്ല വെളിച്ചമുണ്ട്. ഷോയുടെ കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നല്ലോ. എനിക്ക് ആക്ച്വലി നല്ല മേലുവാനുണ്ട്. നമ്മൾ വേറെയും കുറേ പരിപാടികൾ വരുന്നുണ്ട് സിഡ്നിയിൽ. അതിൻ്റെ റിഹേഴ്സലും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ നല്ല ക്ഷീണമുണ്ട്. ഹൗഎവർ നമ്മുടെ വിഷു ഒക്കെ കഴിഞ്ഞു എന്നുണ്ടെങ്കിലും നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരു വിഷു പ്ലാൻ ചെയ്തത് നടന്നില്ല. ബിക്കോസ് ഫ്യൂ പീപ്പിൾ ഫെൽ സിക്ക് ആൻഡ് വി ജസ്റ്റ് മൂവ്ഡ് ഇറ്റ്. അപ്പോൾ ആ വിഷു പരിപാടി ഈ ആഴ്ചയാണ് നടക്കാൻ പോണേ. സോ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളോട് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ തന്നെയാണ്. മീര, രാജു, കല, സിബിൻ. ഇപ്രാവശ്യം വേറെ 2 പുതിയ ആൾക്കാരെയും കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. സോ വി ആർ ഗോയിങ് ടു ഡു എ പോട്ട്ലക്ക് വിഷു സദ്യ. ഇപ്രാവശ്യം ആക്ച്വലി വിഷുവിന് സദ്യ കൊണ്ടിട്ടില്ല. നമ്മൾക്ക് 1-2 പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും വേറെ വെജിറ്റേറിയൻ ഫുഡ് വി ഹാവ് നോട്ട് ഹാഡ് ആക്ച്വൽ സദ്യ. സോ ദിസ് ഇസ് ഗോയിങ് ബി ദ ഫസ്റ്റ് സദ്യ ഓഫ് ദിസ് ഇയർ കേട്ടോ. മീരയുടെ വീട്ടിലാണ് പരിപാടി. സോ വി ഗോയിങ് ടു ദെയർ ഹൗസ് ആൻഡ് അവിടെ വെച്ചിട്ടാണ് എല്ലാം ചെയ്യാൻ പോണേ. പോട്ട്ലക്ക് ആയതുകൊണ്ട് എനിക്ക് കിട്ടിയിരിക്കുന്നത് പായസം, ക്യാബേജ് തോരൻ, സാമ്പാർ ആൻഡ് രസം. ഓക്കെ, ദിസ് മെയിനല്ല ബട്ട് ബിഗ് 4 items ആണ് ഞാൻ തന്നെ ഏറ്റെടുത്തതാണ്. സോ വി ആർ ഗോയിങ് ടു ഡു ദാറ്റ്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ നമുക്ക് പോവാൻ ടൈമുണ്ട്. ഉച്ചയ്ക്ക് എന്നുള്ള ലഞ്ചിനാണ്. ബട്ട് ലെറ്റ് സ്റ്റാർട്ട് പ്രെപ്പിങ്. സോ ഐ എം ഗോയിങ് ടു സ്റ്റാർട്ട് ഔട്ട് വിത്ത് ക്യാബേജ് തോരൻ. ഓക്കെ, തോരൻ ഉണ്ടാക്കിയിട്ട് വേണം കയറ്റാൻ ഒക്കെ കൊണ്ട് വണ്ടി കയറ്റിയിട്ട് വേണം നമുക്ക് കൊണ്ടുപോകാനൊക്കെ. സോ ലെറ്റ് സ്റ്റാർട്ട് മേക്കിംഗ് സം സദ്യ. ഓക്കെ ഗൈസ്, നമുക്ക് ക്യാബേജിൽ നിന്ന് തുടങ്ങാം. ഞാൻ എന്താ ഇങ്ങനത്തെ ഹാഫ്സാണ് നമുക്കിവിടെ വാങ്ങാൻ കിട്ടിയത് കേട്ടോ ഇവിടുത്തെ കോൾസിൽ. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ 3 ഹാഫാണ് വാങ്ങിയിരിക്കണേ. കോമഡി എന്താ വെച്ചാൽ കഴിഞ്ഞ ആഴ്ച ചെയ്യേണ്ടതായിരുന്നു വിഷുവിൻ്റെ. ഞാൻ പറഞ്ഞല്ലോ അസുഖം വന്നിട്ട് പരിപാടി മാറ്റി വയ്ക്കേണ്ടി വന്നു. പക്ഷെ ഞാൻ ഇത് മാറ്റി വയ്ക്കണം പോവാന്ന് പറയണതിൻ്റെ ഒരു മണിക്കൂർ മുന്നേ ഇതൊക്കെ വാങ്ങി.
അപ്പോൾ ഐ ഹാഡ് ടു മേക്ക് ഇറ്റ് ബിക്കോസ് ക്യാബേജ് നമുക്ക് എടുത്തേക്കാൻ പറ്റില്ല, കേടുവരൽ. സോ ഐ മെയ്ഡ് ക്യാബേജ് തോരൻ ഒരു ലോഡ്. അന്ന് ഇതിനെക്കാട്ടും ക്യാബേജ് വാങ്ങിയായിരുന്നു. അന്ന് എനിക്ക് മനസ്സിലായി എത്ര ആവശ്യമില്ല. നമ്മൾ 13 പേരാണ് കേട്ടോ, 13 ടോട്ടൽ കൗണ്ട്. അപ്പോൾ ഞാൻ കുറേ വാങ്ങി, കുറേ അത് ഉണ്ടാക്കേണ്ടി വന്നു. ബിക്കോസ് ഐ ഡോണ്ട് നോ വാട്ട് എൽസ് ടു ഡു. ആൻഡ് അടുത്തൊരു 3-4 ദിവസം വിവറിലെ ക്യാബേജ് തിന്ന് ഞാൻ സം റാബിറ്റായി മാറിയണോ. തിന്ന് എനിക്കിപ്പോൾ ക്യാബേജിൽ നിന്ന് കേൾക്കുമ്പോൾ ശബ്ദിക്കാൻ പറഞ്ഞു. ബട്ട് ഈ ആഴ്ച നമുക്ക് ശരിക്കും നമുക്ക് ഉണ്ടാക്കേണ്ട ആഴ്ചയാണ്. നമുക്ക് എന്തായാലും പരിപാടി ഉള്ളതുകൊണ്ട് അങ്ങോട്ട് മേക്ക് ദ ക്യാബേജ്. മിക്കവാറും ഞാൻ കഴിക്കില്ല, ബിക്കോസ് എനിക്ക് ക്യാബേജ് കഴിഞ്ഞൊരാഴ്ചത്തെ ട്രോമയായി പോയി. സോ അങ്ങോട്ട് മേക്ക് ദ ക്യാബേജ്. ഓക്കെ, നമ്മുടെ തൃശ്ശൂരും എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെയാണോ എനിക്കറിയില്ല. മേ ബി ദാറ്റ്സ് ഡിഫറെൻറ്റ്. എൻ്റെ ദൈവമേ, ചെറുതിൻ്റെ ബഹളം കേട്ടോ. സോ നമ്മൾ തൃശ്ശൂർ എങ്ങനെ ഉണ്ടാക്കുക വെച്ചാൽ ക്യാബേജ് ഇങ്ങനെ അരിഞ്ഞ് ഈ ഉള്ളിയും എന്താ കടുകും ഒക്കെ പൊട്ടിച്ചിട്ടൊക്കെ ആക്കണതിൻ്റെ കൂട്ടത്തിൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റിൽ കുറച്ച് നാളികേരം, വെളുത്തുള്ളി, ചെറിയുള്ളി ഒക്കെ അരച്ച്, മുളകൊക്കെ ഇട്ട് അരച്ച് ഇതിലേക്ക് ഇട്ടിട്ട് ആക്കിയിട്ട് വെളിച്ചെണ്ണയിൽ അങ്ങനെയാണ് ഉണ്ടാക്കുക. അപ്പോൾ അതാണ് ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോണത്. ബട്ട് ബിഗർ ക്വാണ്ടിറ്റി ആകുമ്പോൾ എനിക്ക് എപ്പോഴും ടെൻഷനാണ്. ബിക്കോസ് എനിക്ക് ആകെ സ്വതവേ എനിക്ക് പച്ചക്കറി ഉണ്ടാക്കുമ്പോൾ ഒരു പേടിയാണ് കൊളാവുമെന്ന്. ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുമ്പോൾ എനിക്ക് എക്സ്ട്രാ യു ഹാവ് ടു ബി കെയർഫുൾ. സോ ഞാനിങ്ങനെ ഫോക്കസ് ചെയ്തിട്ട് കുറച്ച് പരിപാടി ചെയ്യട്ടെ. എനിക്കിത് ചെയ്തിട്ട് വേണം അടുത്തത് രസവും സാമ്പാറിലോട്ടും കിടക്കാൻ. ലാസ്റ്റിലാണ് ഞാൻ പായസം ഉണ്ടാക്കിയിട്ട് ചൂടോടെ അങ്ങനെ കൊണ്ടുപോകാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് ഗോയിങ്. പച്ചക്കറിയും സാധനങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മുടെ സാമ്പാറൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പരിപ്പ് കുറച്ച് നല്ലോണം എക്സ്ട്രാ ആക്കി വെച്ചു. അപ്പോൾ പിന്നെ രസത്തിനും കൂടെ അത് ഉപയോഗമായി. പായസം എനിക്ക് കിട്ടി. ഞാൻ ഉണ്ടാക്കുന്നത് സാബുദാന ക്യാരമൽ പായസമാണ്. യൂട്യൂബിലൊക്കെ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണല്ലോ, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായി. സാബുദാന നന്നായി വാഷ് ചെയ്ത് സോക്ക് ചെയ്ത് പിന്നെ വെള്ളത്തിലിട്ടിട്ടൊന്ന് റോസ്റ്റാക്കി എടുത്ത് നന്നായി കുക്കാവുമ്പോൾ തിളച്ച് വരുന്ന പാലിലേക്ക് ഇടുക. ഇത് അങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പാല് വെച്ചൽ കല്യാണം പോലെ സൈഡ് നിന്നിട്ട് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും പിന്നെ നമ്മുടെ മുന്തിരിയൊക്കെ ഒന്ന് വറുത്തിട്ട് എടുക്കാം. പിന്നെ നമുക്ക് ഉണ്ടാക്കാനുള്ളത് ക്യാരമലാണ് കേട്ടോ. പഞ്ചസാരയൊക്കെ ഇട്ടിട്ടുള്ള നോർമൽ ക്യാരമൽ. സാബുദാനയൊക്കെ നന്നായി വെന്ത് നല്ല സെറ്റപ്പായി വരുമ്പോൾ ആ ക്യാരമൽ നമ്മൾ ഇതിലേക്ക് അങ്ങോട്ട് ഒഴിക്കുക. ആൻഡ് ഓൺ ടോപ്പ് ഓഫ് ഇറ്റ് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇടുക കേട്ടോ. ക്വൈറ്റ് സിമ്പിളാണ് ആൻഡ് ഇറ്റ് വാസ് യമ്മി. എല്ലാവർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. സോ ക്രൗഡ് ഫേവറേറ്റ് ആണ്. പിന്നെ നമ്മുടെ ക്യാബേജ് ഉപ്പേരിയായി. എല്ലാ ഐറ്റംസും വേഗം ചടപടയിൽ അങ്ങോട്ട് ഞാൻ റെഡിയാക്കി. ഓക്കെ, നമ്മുടെ ഉപ്പേരി, രസം, പായസം, സാമ്പാർ. പോയി കുളിക്കട്ടെ, റെഡി ആവട്ടെ വേഗം. റെഡിയായി ഗൈസ്, കുളിച്ച് റെഡിയായി. ഞാൻ വെഷ്ടിമുണ്ടല്ല, അത് സെറ്റ് സാരിയാണ്. ഇങ്ങനെ ഒരു കറുത്ത ബോർഡർ ഉള്ള ഒരു സെറ്റ് സാരിയാണ്. അതെനിക്ക് മീരനെ വാങ്ങി തന്ന കേട്ടോ. മീരയുടെ വീട്ടിൽ തന്നെയാണ് നമ്മൾ പോണതും. അപ്പോൾ ഐ ജസ്റ്റ് വോർ ഒരു ബ്ലാക്ക് ബ്ലൗസ് ഇട്ടു. അതിന് കമ്മൽ ആൻഡ് വള. ബട്ട് ഐ എം തിങ്കിങ് കഴുത്തിൽ വേണോ അത് വേണ്ടേ, ഇടണോ? ഐ എം സ്റ്റിൽ കോൺടെംപ്ലേറ്റിംഗ്. ഒരെണ്ണം ഇട്ട് നോക്കട്ടെ. ഇട്ടിട്ട് ഇറ്റ്സ് ലുക്കിംഗ് ഓഡ് ദന്ന ഊരാം. ബിക്കോസ് ഇയറിംഗ് ഇസ് വെരി നൈസ് ആൻഡ് ബിഗ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഇയറിങ്സ് അത് കേട്ടോ. എനിക്കിങ്ങനത്തെ വലിയ വലിയ ജുംക്കാസിനോടൊക്കെ ഒരു പ്രത്യേക സ്നേഹം. പ്രശ്നം എന്താ ഉണ്ടായിച്ചാൽ ഇതിൻ്റെ ബ്ലൗസ് പീസ് ഉണ്ടതില്ല അറ്റത്തേക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ എടുത്തു. ഞാൻ എടുത്ത് എന്താ അത് ഫ്ലീറ്റ് എടുത്തിട്ടും തീരുന്നില്ല. പിന്നെ എനിക്ക് മനസ്സിലായി ബ്ലൗസ് പീസ് ഉണ്ട്, ഞാൻ മുറിച്ചെടുത്തിട്ടില്ല അത്. ഓക്കെ, സാരമില്ല, മിരയുടെ അടുത്തല്ലേ, ഇറ്റ്സ് ഓക്കെ. സോ നമ്മുടെ ഫുഡൊക്കെ റെഡിയാണ്. ഇനി അതെല്ലാം വണ്ടി കയറ്റണം. പിന്നെയുള്ള എന്താ വെച്ചാൽ കലയില്ലേ നമ്മുടെ ഫ്രണ്ട്, അവരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കലയുടെ ബർത്ത്ഡേ ആയിരുന്നു 2 ദിവസം മുന്നേ. സോ അവൾക്കൊരു കേക്കും കൂടെ വാങ്ങാം. പായസം ഉണ്ട്, നല്ലൊരു കേക്ക് കട്ടിങ് ഒക്കെ നമുക്ക് ചെയ്യാം ബർത്ത്ഡേ ആഘോഷിക്കാൻ. അതാണ് വിചാരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് പോകണ വഴിക്ക് കേക്കും കൂടെ വാങ്ങണം. സോ ഇഫ് ലീവ് എ ലിറ്റിൽ ഏർലി. ഓക്കെ, ലെറ്റ്സ് ഗോ. കമ്മൽ മാത്രമേ ഇട്ടുള്ളൂ കേട്ടോ. സാശുവിനെ കാണിച്ചു തരാം. ഇതാരാണ് ലെഹങ്കയൊക്കെ? ഇത് എൻ്റെ ഒരു കസിൻ്റെ കല്യാണം സിഡ്നിയിൽ നടന്നപ്പോൾ സാനുവിന് കസ്റ്റമായിട്ട് ആക്കിയെടുത്ത ഒരു ലെഹങ്കയായിരുന്നു. കൊല്ലങ്ങൾക്ക് ശേഷം സാശു ബാബുവിനാണ് അത് ഇടാൻ പറ്റിയത്. അയ്യോടാ, എന്താടാ സാശുമ അച്ചട്ടന്? ഓക്കെ, സാമാനം ഫുഡൊക്കെ കുറേ വണ്ടിയുടെ ബൂട്ട് കയറ്റിയിട്ടുണ്ട്, പിള്ളേരെ കയറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ കയറിയിട്ട് വേണം എൻ്റെ മടിയിൽ പായസം പിടിക്കാൻ. പായസം പോവാൻ നല്ല സാധ്യതയുണ്ട്. അപ്പോൾ റിസ്ക് എടുക്കണ്ട അച്ചു. ഐസഡ് ഞാൻ തന്നെ പിടിക്കാം മടിയിൽ. അപ്പോൾ നല്ല ചൂടുണ്ട്. അപ്പോൾ അത് അടിയിലൊക്കെ കുറേ പേപ്പർ ബാഗ്സും ഒക്കെ വെച്ച് ഒരു വിധത്തിൽ അത് റാപ്പ് ചെയ്ത് ക്ലിൻഫ്ലിനൊക്കെ ഇട്ടിട്ടൊന്ന് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫുള്ളതിന് കൊണ്ടുവരുന്നുണ്ട്. അപ്പം ഇനി അതങ്ങനെ എൻ്റെ മടിയിൽ വെച്ച് കൊണ്ടുപോകാനാണ് പ്ലാൻ. സാരി നാശാവും, ബട്ട് സ്റ്റിൽ. ഓക്കെ, പിള്ളേർ റെഡി? ചെറുതന്നെ തുടങ്ങിയിട്ടുണ്ട്.
പീപ്പിൾ നീഡ് ടു വാച്ച്. അതെ. നമ്മൾ ഓൺ ദ വേ ആണ് കേട്ടോ. പായസമൊക്കെ ഓക്കെയാണ്. ഒന്നിവിടെ നിർത്തിയിട്ട് ഫുള്ള് ബാക്കിലൊക്കെ നോക്കി കറികളും സാധനങ്ങളൊന്നും ഒലിച്ചിട്ടില്ലല്ലോ എന്ന് ടൈറ്റാക്കി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 6 വാഴലുണ്ട് കേട്ടോ. ഒക്കെ കൂടിയിട്ടാണ് നമ്മൾ പോണത്. കാലയുടെ ബർത്ത്ഡേ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കേക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് ഒന്ന് നിർത്തിയിരിക്കാം. നമ്മുടെ പഴയ കെല്ലുവിലെ ഷോപ്പിംഗ് സെൻറ്ററിൽ വന്നിട്ട് കേക്ക് വാങ്ങാൻ വന്നിക്കാം കേട്ടോ. നമ്മളാണ് ആക്ച്വലി കുറച്ച് ദൂരം മാറിപ്പോയതല്ലോ. നമുക്ക് അല്ലെങ്കിൽ പണ്ട് കെല്ലുവിൽ നിന്ന് ഒരു 15-20 മിനിറ്റിൻ്റെ ഉള്ളിൽ മീരയുടെ വീടെത്തി, കാലയുടെ വീടെത്തി, എല്ലാവരും അടുത്തായിരുന്നു. നമ്മളിപ്പോൾ കുറച്ച് ദൂരം ആയിപ്പോയി. ചെറുബ്രൂക്ക് മൂവ് ചെയ്തപ്പോൾ കുറച്ചും കൂടെ ഡിസ്റ്റൻസ് അധികമായിപ്പോയി. ഫിസിക്കൽ ഡിസ്റ്റൻസ് കുറച്ചും കൂടെ, ജോഗ്രഫിക്കലി സ്പീക്കിംഗ് കുറച്ച് അധികമായി. ബട്ട് യുനോ നമ്മൾ എത്ര ദൂരെയാണെങ്കിലും ആർ ക്ലോസ് ഫ്രണ്ട്സ് സർക്കിൾ, ഇറ്റ്സ് ഓൾവേസ് സ്പെഷ്യൽ. അപ്പോൾ അവരുടെ കൂടെ ഇങ്ങനെ പരിപാടി ആഘോഷിക്കാൻ പോകുമ്പോൾ നമുക്ക് ഭയങ്കര രസമാണ്. പിള്ളേർക്ക് ഇൻ പർട്ടിക്കുലർ ബോത്ത് ഓഫ് ദെം ആർ ലൈക്ക് മെഗാ ഫാൻസ് ഓഫ് ദ കിഡ്സ് ദെയർ. അപ്പോൾ പിന്നെ സാനു അനുഷ്കൊക്കെ പ്രാക്ടിക്കലി ദി ഗ്രൂ അപ്പ് ടുഗെദർ. സാനുവിനെ ജനിച്ചപ്പോൾ കണ്ടതാണ്, അനുഷ്കേനെ നമ്മൾ ജനിച്ചപ്പോൾ കണ്ടതാണ്. സാനു ജനിച്ചപ്പോൾ മീരയും രാജുവും ഒക്കെ ഉണ്ടായിരുന്നു. സോ ദേ വർ ഓൾ ദെയർ സോ അന്ന് തൊട്ടേ നമ്മൾ പിള്ളേരൊക്കെ നമുക്ക് ഉണ്ടാവണതിന് മുന്നേ തൊട്ടിട്ടുള്ള ഫ്രണ്ട്സാണ്. അപ്പോൾ എത്ര ദൂരമാണെങ്കിലും വി വിൽ ട്രാവൽ. നമ്മൾ മീരയുടെ വീട്ടിലെത്തി. അവിടെ രാജുവും സുനും കൂടിയിട്ട് കളരി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓഫ്, എന്തായിരുന്നു ആ വെട്ട്! ഒറ്റ വീട്ടിൽ തീർന്നിട്ടല്ലോ. വെരി നൈസ് ബ്രൈറ്റ് ഡേ ഇന്ന് കേട്ടോ സിഡ്നിയിൽ. വെരി നൈസ്. അധികം തണുപ്പുമില്ല. പറയുമ്പോൾ ഓട്ടമാണ്, പക്ഷെ വലിയ തണുപ്പൊന്നുമില്ല. ബട്ട് ഇറ്റ്സ് ഗുഡ്, നൈസ് വെദർ, വെരി നൈസ്. ഏറ്റവും ദൂരത്തുള്ളവരാണല്ലോ എപ്പോഴും ആദ്യത്തെ. അത് അങ്ങനെ തന്നെയാണ് എപ്പോഴും. നമ്മളാണ് ആദ്യത്തെ. എല്ലാവരും വേണ്ടിയിട്ട് വരാൻ കാത്തുക്കാപ്പത്തേക്ക് നമ്മൾ പ്രെപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാണ്. വാഴയിലൊക്കെ മുറിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഞാനും മീരി 1000 കഥകളുണ്ടല്ലോ നമുക്ക് ഗപ്പടിക്കാൻ. നമ്മൾ ആ കഥയൊക്കെ പറഞ്ഞ് ചിരിച്ച് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് എല്ലാവരും എത്തിയുള്ളൂ. വെറുതെ ഫോർ ഹൊറർ കുറേ കഥകൾ നമുക്ക് എപ്പോഴെപ്പോഴും ഈ ഫോണും ഇത് കൂടെയാണ് കാണാൻ കിട്ടാറുള്ളൂ. സോ നേരിട്ട് കാണുമ്പോൾ വി ഹാവ് ലൈക്ക് എക്സ്ട്രാ ടു ടോക്ക്. അപ്പോൾ അങ്ങനെ ചില്ല് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ആക്ച്വലി നമ്മുടെ ഈ കെലിവിൽ നിന്ന് ചെറിയബ്രൂക്കിലേക്ക് മൂവ് ചെയ്തപ്പോൾ ഇവരുടെ വീട്ടിലാണ് വന്ന് താമസിച്ചിരുന്നതൊക്കെ ആ ഒരു ഇൻറ്ററം ഫേസിലൊക്കെ. പിന്നെ ആക്ച്വലി ഇവരുടെ വീട്ടിലേക്ക് വരുന്നത് ഇപ്പോഴാണ്. സോ ഇറ്റ്സ് ബിൻ മോർ ദാൻ 3 months. അപ്പോൾ പിന്നെ നമുക്ക് എക്സ്ട്രാ കഥകൾ ഉണ്ടാവും പറയാൻ. വാഴ കീറിയവർക്ക് ഒരു ഹോട്ട് ടിപ്പ്. സെല്ലുട്ടേ പൊട്ടിച്ചിട്ട് നമുക്ക് വാഴ ഉണ്ടാക്കാം. അല്ല, ഇതൊക്കെ ഹോട്ട് ടിപ്സ് ആണ്. ബാക്ക് സൈഡിന് ടേപ്പ് പൊട്ടിക്കുക, ഫ്രണ്ടിന്ന് ഒരാളും ആരും അറിയണ്ട. ആ കീറിയ വാഴയില നമുക്ക് സിബിന് കൊടുക്കാം. ആണ് കുറച്ച് പേര് ഡൈനിങ്ങിൽ ഒരുക്കുന്നുണ്ട്. പിന്നെ നല്ല വെതർ ആയതുകൊണ്ട് ഔട്ട്ഡോർ സെറ്റപ്പും. നാട്ടിലത്തെ ചൈന റോസ് അല്ലേ? ആ ചൈന റോസ് ആണ്. ഇതിക്ക് നല്ല പരിചയമുള്ള ചെടിയാണ്. അല്ല, ഇതൊന്നും ആർക്കും കൊടുക്കാൻ പറ്റില്ല. മീരയും രാജു നമ്മളെ പോലെ അല്ല കേട്ടോ. നന്നായിട്ട് ചെടികളൊക്കെ വളർത്തും. അതിൻ്റെ ഓരോ കോമഡികൾ പറഞ്ഞിരിക്കുക. വിപിനും അപർണയും അവരുടെ ഫാമിലിയൊക്കെ ആട്ടോ പിന്നെ വന്നിട്ടുണ്ടായിരുന്നത്. എല്ലാവരും ഭക്ഷണം ഓരോന്നോരോന്നായി കൊണ്ടുവന്നിട്ട് ഞാൻ പറയായിരുന്നു ഉള്ളതുപോലെ ഓണം എന്നൊക്കെ പറഞ്ഞ മാതിരി ഉള്ളതുപോലെ വിഷു. ഭയങ്കര ഗംഭീരമായി പക്ഷെ സംഭവം. പൊട്ടലക്കായ അതാണ് ഗുണം. എന്തൊക്കെ വിഭവങ്ങളാണ്. വേറെ പലതും ഇവിടെ മൈക്രോവേവിലും. അതെ, ഒരു ചിക്കൻ കാല് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ. മലയാളീസിന് എല്ലാവർക്കും ഒരു ഹാപ്പി വിഷു പറയൂ. എന്ത് ശോകം. ഇത് ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നു. ഫുഡ് കാരണം എന്നാലേ കയറും. ആർക്കിടെക്ചറലി
പിന്നെ നമ്മളെല്ലാവരും ഒന്ന് കഴിക്കാൻ തുടങ്ങി കേട്ടോ. നമ്മളെല്ലാവരും അകത്തിരുന്നു, ആണുങ്ങളൊക്കെ പുറത്തിരുന്നു. ആൻഡ് നമ്മളവർക്കും അവർ നമുക്കുമായിട്ടൊക്കെ വിളമ്പി. പിന്നെയാണ് കുട്ടികളൊക്കെ വന്ന് കഴിച്ചത് കേട്ടോ. സാശുവിനും ഇപ്പോൾ വിപിനും അപർണയുടെയും കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അവരുടെയും കൂടെ കൂട്ട് കിട്ടിയപ്പോൾ കളിക്കാൻ കുറച്ചും കൂടെ ആൾക്കാരായിട്ടോ അവൾക്ക്. അതുകൊണ്ട് പിന്നെ പിള്ളേർ നല്ല കളിയായിരുന്നു. സാനു അനുഷ്കയും പിന്നെ ഏകദേശം ഒരു ഏജ് ഗ്രൂപ്പ് ആയതുകൊണ്ട് അവരാണ് ഒരുമിച്ച് എപ്പോഴും കളിക്കുക. സാശുവിന് എപ്പോഴും ഒരു ലെഫ്റ്റ് ഔട്ടാണ്, പിന്നെ സിയയ്ക്കും. അപ്പോൾ ഇവർ പിന്നെ കൂട്ടായി പിള്ളേരൊക്കെ. സോ ഇറ്റ് വാസ് നൈസ് ടു സീ ഓൾ ഓഫ് ദം റണ്ണിങ് അറൗണ്ട് ആൻഡ് വി ഹാഡ് സച്ച് എ ലവ്ലി. മീരയുടെ ചായ ഭയങ്കര ഫേമസ് ആട്ടാ. അവളിങ്ങനെ കണ്ടു ക്യൂട്ട് മട്ടക്കയിൽ. ഇതാണ് ആ ചായക്കാരി, ക്യൂട്ട് മട്ടക്ക കപ്പ്. എനിക്ക് കപ്പ് ഭയങ്കര ഇഷ്ടമാണ്. ചായ കുടിച്ചിരിക്കാം. കല ഇവിടെ ഇല്ല. ഈ നേരം കൊണ്ട് അവളുടെ കേക്ക് നമുക്ക് പുറത്ത് സെറ്റപ്പ് ആക്കാമെന്ന് വിചാരിക്കണം. ഇവന്മാരൊക്കെ അവിടെ നിന്നിട്ട് ചായ കുടിക്കുകയാണ്. മേലാണെങ്കിൽ പണിയെടുത്താൽ കേക്ക് സെറ്റ് ചെയ്തൂടെ നിങ്ങൾക്ക്? അവളവിടെ ഇല്ല. നേരം കൊണ്ട് നമുക്ക് സെറ്റപ്പ് ആക്കാം. പാവം മീരനവരൊക്കെ അങ്ങോട്ട് കളിയാക്കാട്ടോ. അവളുടെ ചായ പുറത്ത് ഒഴിച്ചിടാം, പൂളിലേക്ക് ഒഴിക്കാന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ പുറത്ത് പറയാണ് കേട്ടോ. നമ്മളേതായാലും കല ബേബീനെ നോക്കാൻ വേണ്ടി പോയ സമയത്താണ് നമ്മൾ വേഗം കേക്കൊക്കെ കൊണ്ട് സെറ്റ് ചെയ്തു. ഇപ്പോൾ പിന്നെ ഓട്ടമായതുകൊണ്ട് വേഗം ഇരുടാവും കേട്ടോ. അപ്പോൾ ലൈറ്റൊക്കെ ഇട്ട് നമ്മൾ കേക്കൊക്കെ സെറ്റാക്കി. സാനുവിന് കത്തിക്കണം എന്ന് നിർബന്ധം ഉണ്ടായിരുന്നു, അവളെ കൊണ്ടാണ് കത്തിപ്പിച്ചത്. സാനു കണ്ടോ ആദ്യമായിട്ടാണ് സൽവാറൊക്കെ ഇടുന്നത്. നമ്മൾ വലിയ കുട്ടിയെ മാതിരിയായി. പിന്നെ നമ്മൾ കലേനൊക്കെ വിളിച്ചിട്ട് അവനൊരു സർപ്രൈസൊക്കെ കൊടുത്തു. സോ ഷി വാസ് ഓൾസോ വെരി ഹാപ്പി. അങ്ങനെ കേക്ക് കട്ടിങ്ങും പരിപാടികളൊക്കെ ആയിരുന്നു കേട്ടോ. ഈ ഒരു ബ്യൂട്ടിഫുൾ ലേറ്റ് വിഷുവാണ്. ഇറ്റ് വാസ് മോർ ലൈക്ക് എ ഗെറ്റ് ടുഗെദർ. എവരിബഡി ഗോട്ട് ടുഗെദർ ആൻഡ് സെലിബ്രേഷൻ്റെ ഒരു ദിവസമായിരുന്നു. അപ്പോൾ വിഷു കഴിഞ്ഞ് നമുക്ക് നമ്മുടെ കേക്ക് കട്ടിങ്ങും അങ്ങനെ ഒരു ബർത്ത്ഡേ പരിപാടിയും അങ്ങനെ നമ്മൾ ചെയ്യാം. ബ്ലോ ബ്ലോ ബ്ലോ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ കല, happy birthday to you. Hip hip hooray, hip hip hooray, hip hip hooray. എല്ലാ ദിവസവും ഇങ്ങനെ കൂടി ഇങ്ങനെ ആഘോഷിക്കാൻ പറ്റിയായിരുന്നു എന്ന് എനിക്ക് എപ്പോഴും വിചാരം കേട്ടോ. എനിക്കിങ്ങനെ ആൾക്കാരോട് കൂടുന്നതും ബിക്കോസ് ഐ ടോക്ക് സോ മച്ച്. എനിക്ക് എല്ലാവരും കൂടെ കൂടി വർത്തമാനം പറയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ജനറലി ഞാനിങ്ങനെ ഭയങ്കര ടോക്കറ്റീവാണ്. നല്ല വെതറും ബ്ലൂ സ്കൈ, ബാക്കിൽ ബ്ലൂ പൂൾ, എല്ലായിടത്തും നല്ല ബ്ലൂ കേട്ടോ. നല്ലൊരു അടിപൊളി ഒരു വീക്കെൻഡായിരുന്നു. ലേറ്റായിട്ടാണെങ്കിലും വിഷു ആഘോഷിക്കാൻ പറ്റി. ആൻഡ് വേറെയും കുറേ വിശേഷങ്ങളുണ്ടായ ഒരാഴ്ച നിങ്ങളായിട്ട് ഷെയർ ചെയ്തു. എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. വീഡിയോ കണ്ട എല്ലാവരും പ്ലീസ് ഷെയർ, സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് കമൻറ്റ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരത്തേക്കും ദിസ് ഇസ് ബൈ ഫ്രം ശ്രുതി ആൻഡ് ബൈ ഫ്രം ഒരു സിഡ്നി മലയാളി. സീ യു ഗൈസ്, ബൈ.